ആ ബ്ലാക്ക് മാജിക് ചെയ്തവനും ചെയ്യിച്ചവനും പിന്നീട് നിറയിക്കുക, അത് വേറെ കാര്യം. ആ ഉപ്പ് അലിഞ്ഞു പോവുകയാണെങ്കിൽ നെഗറ്റീവ് അവിടെ ഉണ്ടെന്ന് അർത്ഥം. കൂവളത്തിൻ്റെ ഇലയിലെല്ലാം ഉണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരടങ്ങിയിരിക്കുന്ന 3 ദേവി മഹാത്മ്യത്തിലെ ഒരു ഇതുണ്ട്, ഹൃദയ സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. അത് ജപിച്ചാൽ തന്നെ ഈ ഇതൊക്കെ മാറും. പിന്നെ ധനം ഉണ്ടാവാൻ വേണ്ടി 11-ാം അധ്യായം വായിക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. അർക്കള സ്തോത്രം ജപിച്ചാൽ നല്ലതാണ്. അർഗള സ്തോത്രം നല്ലതാണ്. അർഗളം, കീലകം, ഹൃദയസ്തോത്രം. 11-ാം അധ്യായം ദേവി കവചം. 11-ാം അധ്യായം ധനം ഉണ്ടാവാൻ. ദേവി കവചം നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ. ഒരു 11 പ്രാവശ്യമെങ്കിലും 12 പ്രാവശ്യം വടക്കോട്ട് തിരിഞ്ഞ് ഏത്തോടുക കുളിച്ചോണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ദാരിദ്ര്യങ്ങൾ പ്രശ്നം ഉണ്ടാവില്ല. ഏത്തെന്ന് ഇപ്പം നമ്മൾ ഈ കാട്ടായല്ല, ശരിക്കും ഏത്തെന്ന് കുനിഞ്ഞ് നമ്മുടെ തല മുട്ടണം. അങ്ങനെ ഏത്തോട്ട് കഴിയുമ്പോൾ ബുദ്ധി വികസിക്കുക, ബുദ്ധി വളരെയായിരുന്നു. കൂടോത്രം ഏറ്റാളൊരിക്കലും കുളിക്കില്ല, മടിയായിരിക്കും, കുളിക്കില്ല, വൃത്തിയായിട്ട് നടക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കല്ലുപ്പിട്ട് കുളിക്കുക, അപ്പോൾ ഒരു ഉഷാറുണ്ടാവും. തകിട് വാങ്ങിച്ചത് ശുദ്ധീകരിച്ച് പഞ്ചവ്യത്തിലും നാൽപ്പാമരള്ളത്തിലിട്ട് ശുദ്ധീകരിച്ച് അത് എഴുതി അത് തൊട്ട് ജപിച്ച് അതിന് ദീപധൂപ ആരതി വെച്ച് അതിന് പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി മരിക്കൊന്നുമില്ല. നമുക്ക് ആയുസ് തുടങ്ങി ആണെങ്കിൽ അങ്ങനെയാണ് യോഗമെങ്കിൽ മരിക്കും. പിന്നെ കറുത്ത രൂപത്തിൽ ധരിക്കുമ്പോഴാണ് നമുക്ക് മോക്ഷപരമായിട്ട് കാര്യങ്ങൾ കിട്ടും. അങ്ങനെ പല രീതികളുണ്ട്. പക്ഷേ ഇതൊന്നും ആരും ചിന്തിക്കില്ല. ഭഗവാനെ നമ്മൾ കാണുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോവാം, ശിവക്ഷേത്രത്തിൽ പോവാം. ശിവക്ഷേത്രത്തിൽ പോകാൻ തോന്നില്ല. അതാണ് ഉപ്പ് വയ്ക്കാൻ പറഞ്ഞത്. ഉപ്പ് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് ഉച്ചാറ് വരും, പോവാം. ആഭിചാര ദോഷങ്ങൾ വലിയ വിധത്തിൽ ഇപ്പോൾ കൂടോത്രം, ആഭിചാരം എന്നൊക്കെ പറയുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആഭിചാര ദോഷങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇനി അഥവാ ആഭിചാര ദോഷങ്ങളിൽ പെട്ട ഒരാൾക്ക് അതിനെ എങ്ങനെ മറികടക്കാം? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഷോർട്ട് കട്ടാണല്ലോ എല്ലാവർക്കും. ഒരാളോട് ദേഷ്യം വന്നാൽ ഉടനെ പോയി ബ്ലാക്ക് മാജിക് ചെയ്യാന്ന് പറയും. ഉണ്ട്, അതൊക്കെ ബ്ലാക്ക് മാജിക്കൊക്കെ ഉണ്ട്. ആ ബ്ലാക്ക് മാജിക് ചെയ്തവനും ചെയ്യിച്ചവനും പിന്നീട് നിറയിക്കുക, അത് വേറെ കാര്യം. അതിപ്പോൾ തൽക്കാലം നമ്മൾ ഇപ്പോഴത്തെ കാര്യം നോക്കുള്ളൂ. ഇപ്പോൾ രക്ഷപ്പെടണം. വേറൊരാളോട് വൈരാഗ്യം ഉടനെ അവനെ തകർക്കുക, അവന് ജോലി കളയിക്കുക, അല്ലെങ്കിൽ അവൻ തകർക്കുക. അതിന് ബ്ലാക്ക് മാജിക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉത്സാഹമായിട്ട് രാവിലെ എഴുന്നേറ്റെല്ലാം ചെയ്യുന്ന ആൾക്ക് രാവിലെ എണീക്കാൻ തോന്നില്ല, വിളക്കെത്തിക്കാൻ തോന്നില്ല, അമ്പലത്തിൽ പോകാൻ തോന്നില്ല, വിളക്ക് കാണുമ്പോൾ തൊഴാൻ തോന്നില്ല, നാമം ജപിക്കാൻ തോന്നില്ല. മൊത്തത്തിൽ നമ്മൾ നെഗറ്റീവ് ആവും. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്തോ പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കുക. ആദ്യം ഉപ്പ് വെച്ച് കല്ലുപ്പ് വയ്ക്കുക, ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് വെച്ച് നോക്കുക. ആ ഉപ്പ് അലിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കവിടെ ആഭിചാരം വന്നിട്ടുണ്ട്. ആഭിചാരം നെഗറ്റീവാണ്. നെഗറ്റീവ് എനർജി ഇവിടെ കയറിക്കൂടിയിട്ടുണ്ട്. കലഹം ഉണ്ടാവുക, ആവശ്യമുള്ള കലഹം വരിക, ദേഷ്യം വരിക, നമുക്ക് ആരെ കണ്ടാലും ദേഷ്യം വരിക, ചാടിക്കടിക്കുക, അങ്ങനത്തെയൊക്കെ സ്വഭാവം വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാത്രി ഉറക്കമില്ലായ്ക, ഇതൊക്കെ വരുമ്പോൾ രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ടാണ് രാവിലെ കിടന്നുറങ്ങുന്നത്. ഈ ആഭിചാര ദോഷം വന്നൊരു വെളുപ്പിനൊന്നും എണീക്കില്ല, അവർ ഉച്ചവരെ കിടന്നുറങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക്, ലഞ്ച് 4 മണിക്ക് അങ്ങനെ കഴിക്കുന്ന ടീമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ ഡൈജഷന് പ്രശ്നം വരും. അപ്പോൾ അവർ മൊത്തത്തിൽ തളരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ, വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ മറ്റൊരു വ്യക്തി, ഇതൊന്നും ഇല്ലാത്ത ആളുണ്ടാവില്ല അവിടെ, അവരൊരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് വെച്ച് കിടക്കുന്ന മുറിയിൽ വയ്ക്കാം. ആ ഉപ്പ് അലിഞ്ഞു പോവുകയാണെങ്കിൽ നെഗറ്റീവ് അവിടെ ഉണ്ടെന്ന് അർത്ഥം. അതായത് വെറും ഗ്ലാസ്സിൽ കല്ലുപ്പ്, ഗ്ലാസ് ബൗൾ ഉണ്ടാവും, ഗ്ലാസ് ബൗളോ ചില ഗ്ലാസ്സിലോ കുറച്ച് കല്ലുപ്പിട്ട് വയ്ക്കുക. ഗ്ലാസ് ബൗളാണ് നല്ലത്. അത് അലിഞ്ഞു പോവുകയാണെങ്കിൽ അറിയാം നമുക്കവിടെ ഒരാഴ്ചയ്ക്കുള്ളിൽ അലിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കവിടെ നെഗറ്റീവ് ഉണ്ടെന്ന് അറിയാം. ഈ വ്യക്തിയിൽ നെഗറ്റീവ് ഉണ്ട്. ചിലരൊക്കെ വെച്ച വെള്ളം പോലെയാവുമെന്നാണ് പറയണത്, അറിയാൻ പറ്റും. അപ്പോൾ കല്ലുപ്പ് വെച്ച് നമുക്ക് ഇത് ദോഷങ്ങളെ മാറ്റാൻ പറ്റും. ആദ്യം ഒരു പരിധി ഓടിപ്പോയി ജ്യോത്സ്യരെടുത്ത് പോവുക, ഓടിപ്പോയി കർമ്മങ്ങൾ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോവാം, ശിവക്ഷേത്രത്തിൽ പോവാം. ശിവക്ഷേത്രത്തിൽ പോകാൻ തോന്നില്ല. അതാണ് ഉപ്പ് വയ്ക്കാൻ പറയുന്നത്. ഉപ്പ് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് ഉച്ചാറ് വരും, പോവാം. ഉപ്പിട്ട് കുളിക്കുക. ഈ കൂടോത്രം പ്രാപിച്ച ഒരിക്കലും കൂടോത്രം ഏറ്റാളൊരിക്കലും കുളിക്കില്ല, മടിയായിരിക്കും, കുളിക്കില്ല, വൃത്തിയായിട്ട് നടക്കില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കല്ലുപ്പിട്ട് കുളിക്കുക, അപ്പോൾ ഒരു ഉഷാറുണ്ടാവും. കല്ലുപ്പിട്ട് കുളിച്ച് അത് കഴിഞ്ഞ് ഇയാളെ കൊണ്ട് ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോകാം. ശിവക്ഷേത്രത്തിൽ പോയി അവിടെ തീർത്ഥം സേവിക്കുക, ധാര കാണുക. അങ്ങനെ കുറച്ച് നിരന്തരമായി ചെയ്യുമ്പോൾ കുറേ മാറ്റം വരും. അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗുരുതി ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കുറേ മാറ്റം വരും. അപ്പോൾ ശിവനാണ് ഏറ്റവും നല്ലത്. ശിവക്ഷേത്രത്തിൽ പോയി ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ, കൂവളത്തിൽ അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇയാൾക്ക് കുറേ മാറ്റം വരും. ഒരു ദിവസമല്ല, കുറേ ദിവസങ്ങൾ അടുപ്പിച്ച്. പ്രത്യേകിച്ച് ശനിയാഴ്ച തോറും കൊണ്ടുപോയി തൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾ നല്ല മാറ്റം വരും. അത് ചെറിയ കാര്യമാണ് പൊക്കോളും. ഈ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെ നല്ലതല്ലേ? വളരെ നല്ലതാണ്. അത് വളരെ രാവിലെ വൈകുന്നേരമൊക്കെ 108 പ്രാവശ്യം ജപിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു സനാതന പ്രകാരം ഒരു ഹിന്ദു എന്ന് പറഞ്ഞ ആൾ രാവിലെ വിളക്കത്തിച്ച് 5 തിരിയിട്ട് വിളക്കത്തിച്ച് ഓം നമഃ ശിവായ 108 പ്രാവശ്യം, ഓം നമോ നാരായണ 108 പ്രാവശ്യം, സർവമംഗളമംഗല്യ 21, ഇത് കൃത്യമായിട്ട് ജപിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് ധനധാന്യ സമൃദ്ധി എല്ലാം ഉണ്ടായിരിക്കും.
ഈ പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ദീക്ഷ എന്തെങ്കിലും വേണ്ട കാര്യം? ഒന്നും വേണ്ട. വേണ്ട. നമ്മൾ ശരീരശുദ്ധി വേണം. കുളിച്ചിട്ടൊക്കെ ജപിക്കാവൂ. മത്സ്യമാംസാദി കഴിച്ചിട്ട് ജപിക്കാൻ പാടില്ല. അതാണ് രാവിലെ ജപിക്കാൻ പാടില്ല. രാവിലെ ഒന്നും കഴിക്കില്ലല്ലോ. കുളിച്ച ഉടനെ ഓം നമ ശിവായ, ഓം നമ ശിവായ കടത്ത് കഴിക്കാൻ ചെല്ലരുത്. ഓം നമ ശിവായ എന്ന് പറയുമ്പോൾ ഓം നമ ശിവായ ഭഗവാനെ കാണണം നമ്മൾ. എന്നിട്ടാണ് ജീവിക്കുക. മനസ്സിൽ കാണണം, എന്നിട്ടാണ് ജീവിക്കുക. വെറുതെ ജപിച്ചിട്ട് കാര്യമില്ല. വെറുതെ നമ ശിവായ വിശ്വാസം കൊണ്ട് കാര്യമില്ലല്ലോ. അത് ഭഗവാൻ എന്ത് നാമമായാലും അതാത് ഭഗവാൻ. നരസിംഹസ്വാമി മനസ്സിൽ കാണണം. നരസിംഹമന്ത്രം ജപിക്കാൻ പറയില്ലേ, ഭഗവാനെ കണ്ടിട്ട് വേണം ജപിക്കാൻ. ഏത് നാമങ്ങളായാലും ഏത് കാര്യമായാലും കോൺസെൻട്രേഷനോട് ജപിച്ചാൽ മാത്രമേ ഗുണമുള്ളൂ. അപ്പോൾ ഈ കൂവളമാല കൊടുക്കുക ഭഗവാന്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ധാര, കൂവളമാല, ഇതൊക്കെ വലിയ പ്രത്യേകത ഉള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ആഭിചാര ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലത് ഈ കൂവളമാല കൊണ്ടുള്ള അർച്ചന, അതുപോലെ തന്നെ ജലധാര, മുൻവിളക്ക്, പിൻവിളക്ക്, ഇതുകൊണ്ടൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇങ്ങനെ ആഭിചാരദോഷം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്ക് ഉടനെ മൃത്യുഞ്ജോമം ചെയ്യാം ശിവക്ഷേത്രത്തിൽ. അല്ലെങ്കിൽ ധാര കഴിക്കുക നമ്മുടെ സാമ്പത്തികം അനുസരിച്ച്. ആ പ്രസാദം കൊണ്ടുവന്ന് ഇയാൾ കുടിക്കില്ല, കുടിപ്പിക്കുക. അതുപോലെ കൂവളത്തിൻ്റെ ഇല ഇയാൾ കിടക്കുന്നിടത്തൊക്കെ വയ്ക്കുക. ബെഡിൻ്റെ അടുത്തുള്ള മുറിയിലൊക്കെ വയ്ക്കാം. അത് ഉണങ്ങിക്കഴിയുമ്പോൾ പൊടിച്ച്, ശുദ്ധമായതായിരിക്കുമല്ലോ, പൊടിച്ച് എന്തെങ്കിലും ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാൻ, പച്ചക്കറി ഭക്ഷണത്തിൽ അങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്ക് മാറ്റം വരും. കൈവശം വരെ പോവും. അത്രയും നല്ലതാണ് കൂവളത്തിൻ്റെ ഇല. കൂവളത്തിൻ്റെ ഇലയിലെല്ലാം ഉണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ അടങ്ങിയിരിക്കുന്ന 3 എണ്ണം. പിറകുവശത്ത് മഹാലക്ഷ്മി ഉണ്ട്. ഭയങ്കര പവറാണ് കൂവളത്തിലേക്ക്. കൂവളത്തിൽ അത്ര ഭയങ്കര പവറുണ്ട്. പിന്നെ കൂവളത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ പണപ്പെട്ടിയിൽ വെച്ച ധനം വരെ ഉണ്ടാവും. അത്ര പവർഫുൾ അല്ലേ കൂവളത്തിലാ. തന്നെ 3 തൃക്കടുവാരിയല്ലേ ഇരിക്കണത്. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. അത് കൂവളം എല്ലായിടത്തും പിടിക്കൊന്നുമില്ല. ഇപ്പോൾ അമേരിക്കയിലുണ്ടായിരുന്ന ഒരാളിനോട് പറയാണ് നോക്കാൻ വന്നത്. അപ്പോൾ പറയാം, ഞാൻ അവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ കൂവളമരാണെന്ന് നിറച്ച് വെട്ടാൻ അവിടെ വെട്ടാൻ പാടില്ല മരമൊന്നും. നിറയെ കൂവളമരവും വീടെടുക്കുന്നത്. ശാന്തരല്ലേ ജമിക്കും ആൾക്കാരും അവിടുത്തെ. അതാണ് കാര്യം. നമുക്കാണ് ഇതില്ലാത്തത്. ഇവിടെ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ അറിയാൻ കഴിയൂല. പണ്ടൊരിക്കൽ ഒരു ന്യൂസിലുണ്ടായിരുന്നു, ഒരു പത്രത്തിൽ കണ്ടതാണ്. അവിടെ ഒരു ഡോക്ടർ, അദ്ദേഹം ഈ മന്ദബുദ്ധികളെ പഠിപ്പിക്കുന്ന അവിടുത്തെ ഡോക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം ഇവരെ കൊണ്ടൊക്കെ ഏത്തോടിച്ചു. ഏത്തോട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബുദ്ധി വികസിച്ചു തുടങ്ങി. അപ്പോൾ പറഞ്ഞു ഈ പുള്ളിയാണ് കണ്ടുപിടിച്ചതെന്നായി. ഏത്തവീട്ടിൽ കണ്ടുപിടിച്ചതാരാ? നമ്മുടെ പൂർവികമായിരുന്ന ഗുരുക്കന്മാർ, മഹർഷീശ്വരന്മാർ കണ്ടുപിടിച്ചതാണത്. അപ്പോൾ ഏത്തോട്ടപ്പോൾ ബുദ്ധി വളർന്നു. ഏത്തം ഇപ്പം നമ്മൾ ഈ കാട്ടായല്ല, ശരിക്കും ഏത്തം കുനിഞ്ഞ് നമ്മുടെ തല മുട്ടണം. അങ്ങനെ ഏത്തോട്ട് കഴിയുമ്പോൾ ബുദ്ധി വികസിക്കുക, ബുദ്ധി വളരെയായിരുന്നത്. അങ്ങനെ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടായി. അവർക്ക് പത്രത്തിൽ പണ്ടൊരിക്കൽ കണ്ടമായി തോന്നുന്നു. ഏത്തോട്ട് എപ്പോഴും നല്ലതാണ്. ഗണപതി ഇഷ്ടം ഉണ്ടാവും, ഗണപതിയിൽ അനുഗ്രഹം ഉണ്ടാവും, നമുക്കും ഐശ്വര്യം ഉണ്ടാവും. എല്ലാവരും രാവിലെ ഒരു 11 പ്രാവശ്യമെങ്കിലും 12 പ്രാവശ്യം വടക്കോട്ട് തിരിഞ്ഞ് ഏത്തോടുക കുളിച്ചോടനെ. തീർച്ചയായും അവർക്ക് ദാരിദ്ര്യങ്ങളുടെ പ്രശ്നം ഉണ്ടാവില്ല. വളരെ നല്ല കാര്യമാണ്. ഈ ഏത്തമൊക്കെ വെറുതെ അല്ല ഇത്തരം കാര്യങ്ങൾ അല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞേക്കണൊക്കെ നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്. സദ്യയൊന്നുമല്ല, അതൊക്കെ അനാചാരങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനാചാരങ്ങളുണ്ട് ഇഷ്ടം പോലെ, തൊട്ടുകൂടാതെ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പുറകെ പോവുക. അതെ അതെ. അമ്മ, പിന്നെ ഈ ആഭിചാര ദോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് പല ആളുകളും പല ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഹോമങ്ങളൊക്കെയാണ് പറയുക. എന്നിട്ട് അത് ചെയ്തിട്ടോ വലിയ ഫലമൊന്നും ഉണ്ടാവാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഭഗവാനെയൊക്കെ ഉപാസിച്ചുകൊണ്ട് തന്നെ മാറ്റാം. അല്ലാതെ ഇത്തരം ഹോമങ്ങളുടെയൊക്കെ പുറകിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ചിന്തിക്കുക എന്നതും കൂടെ ഇല്ലേ? അതെ, നമ്മൾ അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഇതൊക്കെ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് മാറുമെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പം ഇയാളൊരു ഓക്കെ ആയി കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് നമശിവായി ചൊല്ലിക്കാം. ദേവി മഹാത്മ്യം വായിപ്പിക്കുക. ദേവി മഹാത്മ്യം ഭയങ്കര ബുക്കാണ്. ദേവി മഹാത്മ്യം അതൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ മാറ്റം വരും. ദേവി മഹാത്മ്യത്തിലെ ഒരു ഇതുണ്ട്, ഹൃദയ സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. അത് ജപിച്ചാൽ തന്നെ ഈ ഇതൊക്കെ മാറും. ഇങ്ങനത്തെ കുറേ ഇതൊക്കെ ദേവി മഹാത്മ്യ പുസ്തകത്തിലുള്ളത്. അത് പിന്നെ ധനം ഉണ്ടാവാനായിട്ട് 11-ാം അധ്യായം വായിക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. അർക്കളസ്തോത്രം ജപിച്ചാൽ നല്ലതാണ്. അർഗ്കളസ്തോത്രം നല്ലതാണ്. അർഗ്ഗളം, കീലകം, ഹൃദയസ്തോത്രം, പിന്നെ ദേവി കവചമുണ്ട്. ഏറ്റവും എല്ലാവരും വായിക്കേണ്ടതാണ് 11-ാം അധ്യായം ദേവി കവചം. 11-ാം അധ്യായം ധനം ഉണ്ടാവാൻ, ദേവി കവചം നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് അർഗ്ഗളവും കീലകവും ഹൃദയസ്തോത്രമൊക്കെ വായിക്കാം. ഇതൊക്കെ ഒരു വ്യക്തി ദിവസവും വായിച്ചത് നല്ലതാണ്.
ഇത്തരം ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പല രക്ഷകളും കെട്ടാറുണ്ട്. അപ്പം ഓരോ ആളുകൾക്കും ഈ രക്ഷകൾ കൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാവും. അതായത് പല ആളുകൾക്കും പല രക്ഷകളായിരിക്കും വേണ്ടത്. എന്നാലും അത്തരത്തിലുള്ള രക്ഷകൾ ജപിച്ച് കെട്ടുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത്? അത് നല്ല രീതിയിൽ ഇപ്പം നമ്മളൊരു രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കണം മേടിക്കരുത്. നമ്മൾ രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയത് നന്നായിട്ട് എഴുതി തിരുമേനിമാരൊക്കെ എഴുതുമല്ലോ, ആ എഴുതിയ ആ ഏലസൊക്കെ ധരിച്ചത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാരാജഗോപാലേന്ദ്രം, പിന്നെ ജോലിക്കൊക്കെ മിടുക്കന്മാരാണ് അശ്വാരൂഢഹേന്ദ്രം, പിന്നെ അതുപോലെ തന്നെ മഹാസുദർശനം, എപ്പോഴും പേടിയുള്ള ആൾക്കാർക്ക് അഘോരയന്ത്രം, അങ്ങനെ പലതരത്തിലുണ്ട്. ഇതൊക്കെ നല്ലതാണ് രക്ഷ. പിന്നെ ജോലിയുടെ ഒക്കെ ഉയർച്ച വരുന്ന സമ്മോഹന ഗോപാലയന്ത്രം, അതൊക്കെ അതാത് മന്ത്രങ്ങൾ 10,000 കൂടുതൽ ജപിച്ചു വേണം കെട്ടാൻ. അത് തകിട് വാങ്ങിച്ചതിന് ശുദ്ധീകരിച്ച് പഞ്ചവ്യത്തിലും 40 വെള്ളത്തിലിട്ട് ശുദ്ധീകരിച്ച് അത് എഴുതി അത് തൊട്ട് ജപിച്ച് അതിന് ദീപധൂപ ആരതി വെച്ച് അതിന് പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്യണം. അതായത് ഇതിലേക്ക് നമുക്ക് പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ട് വേണം ധൂപ ആരതിയൊക്കെ കഴിഞ്ഞ് ഈ പ്രാർത്ഥനകൾ ഒരു 10,000 കൂടുതൽ എണ്ണം ജപിച്ചാൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. വെറുതെ കെട്ടിയിട്ട് കാര്യമില്ല. വെറുതെ രക്ഷ കെട്ടിയിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് എല്ലായിടത്തും കിട്ടും, ഏലസൊക്കെ കിട്ടും, അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ കൃത്യമായ രീതി ചെയ്യണം. അതിന് ദിവസങ്ങൾ പിടിക്കും. ഓടി വന്ന് എനിക്ക് രക്ഷപ്പെടുന്ന നടക്കില്ല. അതിന് 10-15 ദിവസം പിടിക്കും. പിടിച്ച് അതൊക്കെ ചെയ്ത് മിനിമം 15 ദിവസം വേണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, തയ്യാറാക്കാൻ പറ്റുള്ളൂ. അതെ. പിന്നെ പ്രധാനമായിട്ടും ഈ പറയുന്നത് പോലെ ഇപ്പം ശിവക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകൾ, അപ്പം ശിവക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ഭഗവാനോട് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അപ്പം പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പല ആളുകളും പല സംസാരത്തിലൊക്കെ വരുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് സംഹാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആളാണല്ലോ. അപ്പം നമ്മൾ ഈ ഭൂമിയിലുള്ള കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുപക്ഷെ ഭഗവാൻ മനുഷ്യൻ്റെ, അതായത് ഭക്തൻ്റെ, അപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടിലൂടെയൊക്കെ പോകുന്ന ആളാണെങ്കിൽ അയാളെ തൻ്റെ അടുക്കിലേക്ക് എടുക്കുകയും ആ പ്രാണൻ എടുത്ത് തൻ്റെ അടുക്കിലേക്ക് വരൂ എന്ന് ഭഗവാൻ പറയും എന്ന് കേൾക്കാറുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അതൊന്നും അങ്ങനെ ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്ര നാളുകൾ നമ്മൾ ജീവിക്കും, ആയുസുണ്ട്, ഇത്ര കാലത്ത് ഇന്ന രീതിയിൽ മരിക്കുന്നത് തന്നെ ജാതകത്തിലുണ്ട്. പക്ഷെ നമ്മൾ മരണം പറയില്ല, ആരോടും പറയാൻ പാടില്ല. ഷോക്കായിപ്പോൾ എവിടെ കിടന്ന് മരിക്കും, എങ്ങനെ മരിക്കും, ഏത് രീതിയിൽ മരിക്കുന്ന ഒരു ജാതകം കറക്റ്റ് ജനിച്ച സമയം ശരിയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി മരിക്കൊന്നുമില്ല. നമുക്ക് ആയുസ് തുടങ്ങിയ ആണെങ്കിൽ അങ്ങനെയാണ് യോഗമെങ്കിൽ മരിക്കും. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ കിടന്ന് മരിക്കാൻ പക്ഷേ ക്ഷേത്രം ശുദ്ധമാവും, അത് വേറെ കാര്യം. അപ്പം നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭൗതികമായിട്ടും ഭഗവാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഭഗവാൻ നമഃശിവായ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ഭഗവാൻ അറിയാം. ഇവൻ എന്തിനു വന്നു, ഈ ഭക്തൻ എന്തിനാണ് വന്നേക്കണേ, ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ നമഃശിവായ. പിന്നെ നമ്മൾ ചുവന്ന റെഡ് കളറിൽ ചുവന്ന രീതിയിൽ ശിവലിംഗം ചുവന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭൗതികമായ എല്ലാ കാര്യങ്ങളും നടക്കും, ഭൗതികമായിട്ട്. പിന്നെ കറുത്ത രൂപത്തിൽ ധരിക്കുമ്പോഴാണ് നമുക്ക് മോക്ഷപരമായിട്ട് കാര്യങ്ങൾ കിട്ടും. അങ്ങനെ പല രീതികളുണ്ട്. പക്ഷേ ഇതൊന്നും ആരും ചിന്തിക്കില്ല. ഭഗവാനെ നമ്മൾ കാണുക, ഭഗവാനെ പ്രാർത്ഥിക്കുക.